ഹായ് ഫ്രണ്ട്സ്, Q4 റിസൾട്ടുകൾ എപ്പോഴും വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള 3 മാസങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് Q4 റിസൾട്ടുകൾ വരുന്നത് എന്ന് നമുക്കറിയാം. ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതും മാർച്ച് 31 ആയതുകൊണ്ട് ഈ Q4 റിസൾട്ടിൻ്റെ കൂടെ തന്നെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സും വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യണോ, ബൈ ചെയ്യണോ, സെൽ ചെയ്യണോ, റീബാലൻസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഏറ്റവും പറ്റിയൊരു സമയമാണ് Q4 റിസൾട്ട് പുറത്തു വരുന്ന സമയം. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളിൽ നല്ല റിസൾട്ടുകൾ വന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Q4 റിസൾട്ടുകളിൽ നല്ല റിസൾട്ട് കാഴ്ചവെച്ച ഒരു ടെക്നോളജി കമ്പനിയാണ് KPIT ടെക്നോളജീസ്. അതിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 30% വർധനവും, അതുപോലെ പ്രോഫിറ്റിൽ 47% വർധനവും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ EPS ഗ്രോത്തും 47% കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ KPIT ടെക്നോളജീസ് മത്സരിക്കുന്നത് ടാറ്റ ടെക്, ടാറ്റ എലക്സി പോലെയുള്ള കമ്പനികളുമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റിസൾട്ട് താരതമ്യം ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ആ കമ്പനികളുടെ റിസൾട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കണം. എങ്കിലും നല്ല റിസൾട്ടാണ് KPIT ടെക്നോളജി ഇപ്പോൾ പുറത്തു വിട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത കമ്പനി ICICI ബാങ്കാണ്. ICICI ബാങ്കിൻ്റെ ഇയർ ഓൺ ഇയർ റിസൾട്ട് 24% വർധനവ് സെയിൽസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും 18% ഗ്രോത്തും, ഏർണിങ്സ് പെർ ഷെയറിൽ 18% ഗ്രോത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ICICI ബാങ്ക് നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യേണ്ട മറ്റൊരു കമ്പനിയാണ്. കാരണം ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കർശനമായ നിയന്ത്രണങ്ങൾ പല ബാങ്കുകളുടെ മേലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൽ അങ്ങനെയൊരു പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വല്ലാതെ താഴേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ICICI ബാങ്കിലും അത്തരത്തിലുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ICICI ബാങ്കിനെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ട നല്ല റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ സ്റ്റോക്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ബാഡ് ന്യൂസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത കമ്പനി യെസ് ബാങ്കാണ്. യെസ് ബാങ്കും വളരെ നല്ല റിസൾട്ടാണ് പുറത്തുവിട്ടത്. സെയിൽസിൽ 20% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 127% വർധനവും, ഏർണിംഗ് പെർ ഷെയർ 129% വർധനവും കാണാൻ കഴിയും. യെസ് ബാങ്ക് തീർച്ചയായും തകർന്നടിഞ്ഞ ഒരു കമ്പനിയായിരുന്നു എന്ന് നമുക്കറിയാം. ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കായിരുന്നു യെസ് ബാങ്ക്. പക്ഷെ ഇപ്പോൾ അതൊരു ടേൺ അറൗണ്ട് സ്റ്റോറിയായി മാറിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്ത സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡാണ്. ടൂറിസം സെഗ്മെൻറ്റിൽ കൊറോണയ്ക്ക് ശേഷം വൻതോതിലുള്ള വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിലും നല്ല തോതിലുള്ള മുന്നേറ്റം കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ താജ് ഗ്രൂപ്പിൻ്റെ, അതായത് ടാറ്റ നിയന്ത്രണത്തിലുള്ള താജ് ഗ്രൂപ്പിൻ്റെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇയർ ഓൺ ഇയർ 17% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 27% വർധനവും നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊന്ന് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും അധികം പ്രിയങ്കരമായ സ്റ്റോക്ക് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റ് ഇരേഡ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് പവർ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഹൈ ഗ്രോത്ത് കാരണം നല്ല രീതിയിൽ അതിൻ്റെ IPOക്ക് ശേഷം മുന്നേറിയ ഒരു സ്റ്റോക്കായിരുന്നു. IPOയിലാണ് സ്റ്റോക്ക് ഉള്ളത് എങ്കിലും ഇതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 34% വർധനവ് സെയിൽസിലും, നെറ്റ് പ്രോഫിറ്റിൽ 33% വർധനവും, ഏർണിംഗ് പെർ ഷെയർ 14% വർധനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും നല്ല രീതിയിലുള്ള ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് HDFC AMC ആണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകളിൽ വൻതോതിലുള്ള ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് ധാരാളമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രമാത്രം പണം ഇതിലേക്ക് ഒഴുകുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും AMC കമ്പനികളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. HDFC AMCയിൽ സെയിൽസ് 29% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 44% വർധനവും, ഏർണിംഗ് പെർ ഷെയർ 44% വർധനവും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ നല്ല തോതിലുള്ള മുന്നേറ്റം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ല മുന്നേറ്റമാണ്. സെയിൽസിൽ 33% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 53% വർധനവും, ഏർണിംഗ് പെർ ഷെയർ 52% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും.
അടുത്ത സ്റ്റോക്ക് ഏഞ്ചൽ വൺ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ബ്രോക്കറേജ് കമ്പനികളും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏഞ്ചൽ വണ്ണും നല്ല രീതിയിൽ മുന്നേറുകയാണ്. സെയിൽസ് 64% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 26% വർധനവും നമുക്ക് ഏഞ്ചൽ വണ്ണിലും കാണാൻ കഴിയും. അടുത്തത് ICICI ലൊംബാർഡ് എന്ന് പറയുന്ന ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ICICIയുടെ എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നാണിത്. ICICI ലൊംബാർഡ് സെയിൽസിൽ 19% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനവും, EPSൽ 18% വർധനവും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനി, നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ നല്ലൊരു ഉണർവ് എല്ലാ സ്റ്റോക്കുകളിലും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് HDFC ലൈഫിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സെയിൽസിന് 34% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 14% വർധനവും, ഏർണിംഗ് പെർ ഷെയറിലും 14% വർധനവും നമുക്ക് ഇയർ ഓൺ ഇയറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓട്ടോ സെഗ്മെൻറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം. തീർച്ചയായും മറ്റ് കമ്പനികളുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ സെഗ്മെൻറ്റിലുള്ള കമ്പനികളെ താരതമ്യം ചെയ്ത് പഠിക്കാൻ ഇനിയും സമയം ആവശ്യമുണ്ട്. എങ്കിലും ബജാജ് ഓട്ടോയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സെയിൽസ് 29% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 18% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 20% വർധനവും നമുക്ക് ബജാജ് ഓട്ടോയിലും കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ICICI സെക്യൂരിറ്റീസ് ആണ്. മറ്റൊരു ബ്രോക്കറേജ് കമ്പനിയാണ്. നേരത്തെ പറഞ്ഞു, ബ്രോക്കറേജ് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇടപെടുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നല്ല പ്രോഫിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ICICIയുടെ എല്ലാ കമ്പനികളും നല്ല പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ICICI സെക്യൂരിറ്റീസും ഇയർ ഓൺ ഇയറിൽ 74% സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ 104% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 104% വർധനവും നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അതും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. സെയിൽസിൽ 18% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 40% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 39% വർധനവും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും രേഖപ്പെടുത്തിയായി കാണാം. അടുത്തത് ടെക്നോളജി കമ്പനി ആയിട്ടുള്ള ന്യൂജൻ സോഫ്റ്റ്വെയർ ആണ്. IT മേഖലയിലെ പല സ്റ്റോക്കുകളും മുൻനിര സ്റ്റോക്കുകളൊന്നും നല്ല ആകർഷകമായ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ന്യൂജൻ സോഫ്റ്റ്വെയറിൻ്റെ റിസൾട്ട് വളരെയധികം ആകർഷകമാണ്. സെയിൽസിന് 23% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 31% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 31% വർധനവും ന്യൂജൻ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി റെക് ലിമിറ്റഡ് എന്ന് പറയുന്ന എനർജി സെഗ്മെൻറ്റിലുള്ള ഒരു PSU ഫൈനാൻസ് കമ്പനിയാണ്. ഇതിൻ്റെ സെയിൽസ് 24% വർധനമാണ് കാണുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 33% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 33% വർധനവും ഇയർ ഓൺ ഇയറിൽ നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. അത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിൻ്റെ റിസൾട്ടാണ്. അതിൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 45% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 25% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 22% ഉള്ള ഒരു വർധനവുമാണ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് എന്ന ഫൈനാൻസ് കമ്പനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് യൂക്കോ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. പൊതുവേ ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് മേഖലയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരുമ്പോൾ ഇവിടെ യൂക്കോ ബാങ്ക് എന്ന് പറയുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയായിരുന്ന 58 രൂപ പ്രൈസ് മാത്രമുള്ള ഈ കമ്പനി അതിൻ്റെ സെയിൽസിൽ 17% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 313% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 309% വർധനവും രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു റിസൾട്ടാണ് പുറത്തുവിട്ടുള്ളത്. അടുത്തത് ഫെഡറൽ ബാങ്ക് ഫിൻസർവ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം IPO വഴി വന്ന സ്റ്റോക്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. സെയിൽസിൽ 21% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനവും, ഏർണിംഗ് പെർ ഷെയറിൽ 51% വർധനവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ. ഇനിയും ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.